ചെറുമീനുകൾ മാത്രം ഇടപെട്ട ഒരു സ്വർണ്ണ മോഷണമെന്ന് ആദ്യം തോന്നിയ ഒരു കേസിന്റെ ചിത്രം ദിനം പ്രതി വികസിക്കുന്നതാണ് കേരളം കാണുന്നത്. സന്നിധാനവും ശബരിമലയും ദേവസ്വം ബോർഡും തെന്നിന്ത്യയും കടന്ന് അന്തർദേശീയ തലങ്ങളിലേക്ക് വരെ ആഴ്ന്നിട്ടുണ്ട് കൊള്ളയുടെ വേരുകളെന്നാണ് വെളിപ്പെടുന്ന വിവരം. കാണെ ചുരുളഴിഞ്ഞ് തെളിയുന്നത് ലക്ഷണമൊത്തൊരു വമ്പൻ ഹെയ്സിന്റെ ചിത്രമാണ്. കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിന്റെ വിപണി മൂല്യത്തിനപ്പുറം പുരാവസ്തു പുണ്യമൂല്യങ്ങൾ കൂട്ടിച്ചേർത്താണ് കോടികളുടെ പെരുക്കക്കണക്കിൽ അധോലോക വ്യാപാരം നടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൊള്ളക്കാർക്കിടയിൽ നടന്ന ചതിയിലും വഞ്ചനകളും വരും ദിവസങ്ങളിൽ വെളിപ്പെടുമെന്നാണ് വിവരം. പോറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും തുടങ്ങി ഇപ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയയിൽ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. പിന്നിൽ ഇനിയും വമ്പൻ സ്രാവുകൾ ഉണ്ടെന്നതിൽ ഒരു സംശയവും ഈ ഘട്ടത്തിൽ നമുക്കില്ല. ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിയിൽ നിന്നുള്ളവർ മാത്രമല്ല കൊള്ളയുടെ ഒത്താശക്കാരും കൈകാര്യക്കാരും എന്ന നിലയിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ആരെല്ലാമാണ് ഈ മാഫിയയിലേക്ക് ഇനി കണ്ണി ചേർക്കപ്പെടുക എന്ന ചിത്രം തെളിയേണ്ടിയിരിക്കുന്നു. അതിനായി നമുക്ക് കാത്തിരിക്കാം.